ഹായ് ഡിയേഴ്സ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഐഫറിന്റെ ഫ്രീ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് UGC NTA നെറ്റ് എക്സാമിന്റെ പാറ്റേണിൽ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാം. ഐഫറിന്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഐഫറിൻ്റെ ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ് ആക്സസ് ചെയ്യുന്നതിനായിട്ട് ifer.in എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഐഫർ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഐഫറിനെ കുറിച്ചിട്ടും ഐഫറിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ടും ഐഫറിൻ്റെ കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും. സോ ഒരു വെബ്സൈറ്റിൽ ഏറ്റവും മുകളിലായിട്ട് വാട്ട്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ഫ്രീ ബേസിക് കോഴ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളും ഡിഫറെൻറ്റ് കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു ഡെമോ എന്നുള്ള രീതിയിൽ UGC നെറ്റ് കൊമേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ഡെമോ എന്നുള്ള രീതിയിൽ മാത്രമാണ് കൊമേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ സബ്ജക്റ്റുകൾക്കും ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എൻറോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിലേക്ക് എൻറോൾ ചെയ്യുക. ക്ലിക്ക്. ഓക്കെ, എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ലേണിംഗ് സിസ്റ്റം ആൻഡ് ടെസ്റ്റ്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണല്ലോ വന്നിട്ടുള്ളത്. സോ സെലക്ട് ടെസ്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കാറ്റഗറൈസ്ഡ് PYQ, കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ്, മെഗാ മോക്ക് ടെസ്റ്റ്, ക്വിസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ഇപ്പം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യാണ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് 1 എന്നുള്ള ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യാണ്. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ടെസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ടെസ്റ്റിൻ്റെ പേരെന്താണ്, എത്ര മിനിറ്റ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്രത്തോളം റൈറ്റ് ആൻസറിൻ്റെ മാർക്ക് എത്രയാണ്, റോങ് ആൻസറിന് എത്ര മാർക്ക് കുറയും, മാക്സിമം മാർക്ക് എത്രയാണ്, വാലിഡിറ്റി എത്രയുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ദിവസം മാത്രമേ ഈ ഒരു ടെസ്റ്റ് അവൈലബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ് ഡേയിലേക്ക് ആ ഒരു ടെസ്റ്റ് അവൈലബിൾ ആവില്ല. സോ നമ്മൾ ഇനി എന്താണ്, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു UGC നെറ്റിൻ്റെ ഒരു പാറ്റേണുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ ഒരു പേജ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഓപ്ഷൻസ്, നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. അതേപോലെ സേവ് ഫോർ ലേറ്റർ കൊടുക്കാം. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പാലറ്റിൽ കാണുകയും ചെയ്യാം. ഓക്കെ, നോട്ട് ആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, സേവ്ഡ് ഫോർ ലേറ്റർ ഏതൊക്കെയാണ്, അറ്റൻഡഡ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ടുള്ള ഇതിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ UGC നെറ്റ് എക്സാമിന് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയും. സോ ഇഫ് യു ലൈക്ക് നിങ്ങളിപ്പം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണെങ്കിൽ നമുക്ക് എൻ്റെ എക്സാം സെലക്ട് ചെയ്യാം. എൻ്റെ എക്സാമിൽ നിങ്ങളിവിടെ യെസ് കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ സമ്മറി വിസിബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിലൊരു ഉത്തരം തെറ്റാണ്, ഇതല്ലല്ലോ ശരിയായ ഉത്തരം എന്ന് പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ എഡിറ്റ് ദ ആൻസർ. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ സബ്മിറ്റ് ചെയ്യാം. ആൻസർ സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ബാക്ക് ടു ഈ ഒരു പേജിലേക്ക് പോകുമ്പോൾ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറ്റൻഡഡ് ടെസ്റ്റുകൾ എടുക്കാം. ഓക്കെ, അറ്റൻഡഡ് ടെസ്റ്റുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര സ്കോർ ലഭിച്ചിട്ടുണ്ടെന്നും എത്രത്തോളം ഉത്തരങ്ങൾ തെറ്റിയിട്ടുണ്ടെന്നും ശരിയായിട്ടുണ്ടെന്നും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കും. ഞാനിതിലൊന്നും സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിതിൽ വരാത്തത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടെ അതിലുണ്ടായിരിക്കും. കറക്റ്റ് ആൻസർ ഏതാണ്, എന്തുകൊണ്ടാണത് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഒരു UGC നെറ്റ് പ്രിപ്പറേഷനിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റ്. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഐഫർ എഡ്യൂക്കേഷൻ അതിൻ്റെ ഫ്രീ ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. സോ ഓൾ ദ ബെസ്റ്റ്.